ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ ശരി, നിങ്ങൾക്ക് പ്രവാചകൻ മഹാനായേക്കാം, അങ്ങനെ വെച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ എല്ലാവരും ആ പ്രവാചകനെ മഹാനായി തന്നെ കാണണം എന്ന് പറയുമ്പോൾ നിങ്ങളും മഹാനാണ് എന്ന് പറയുന്ന ആ പുസ്തകം വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. പ്രവാചകൻ മാനവരിൽ മനോഹരനാകരുത് എന്ന് ഞങ്ങൾക്കാർക്കും യാതൊരു നിർബന്ധവുമില്ല. ഓരോ വ്യക്തികൾക്കും അവനവന്റെ മതവിശ്വാസം വളരെയധികം പ്രിയപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. അതിനെ ന്യായീകരിക്കാനും താൻ ചെയ്യുന്നതും താൻ വിശ്വസിക്കുന്നതും ശരിയാണ് എന്ന് സമർത്ഥിക്കാനും അവരേതറ്റം വരെയും പോകും, ഞങ്ങളൊക്കെ സമ്മതിക്കുന്നു. ചോദ്യം, മുഹമ്മദ് നബി കള്ളുകുടിയനാണോ? ഇത് പറയുമ്പോൾ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ടോ എന്നെ തെറി പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമിന്റെ പ്രമാണം എന്ന് സാധൂകരിക്കപ്പെട്ട, ഇന്നും ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളാണ് എന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവുകൾ ഉദ്ധരിച്ചാൽ നിങ്ങൾ തെറി പറയേണ്ടത് അത് പറയുന്നവരെയാണോ, അതോ ആ ഗ്രന്ഥത്തിനകത്ത് എഴുതിയവരെയാണോ, അതോ ഇത് ഇസ്ലാമിന്റെ പ്രമാണമാണ് എന്ന് അംഗീകരിച്ചവരെയാണോ? ഇനി അതുമല്ല, ഈ ഗ്രന്ഥത്തിനകത്തുള്ളതൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് അത് ഇല്ല എന്ന് പറഞ്ഞ് സമൂഹത്തെ വേറെ ഒരു ദിശയിലേക്ക് കൊണ്ടുപോയി ഈ ഗ്രന്ഥത്തിനകത്തുള്ളതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവരെ കള്ളന്മാരാക്കുന്നവരെയാണോ നിങ്ങൾ അനുകൂലിക്കുന്നത്? ഈ ഗ്രന്ഥത്തിനകത്ത് ഇതില്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പറ, അതിനകത്തില്ല. മുന്തിരിയിൽ നിന്ന് അറബികൾ ഉണ്ടാക്കുന്ന ഒരു തരം മദ്യമാണ് നബീദ്. ലബീദ് എന്നും പറയും, നബീദ് എന്നും പറയും കേട്ടോ. ഇത് മുന്തിരി ചാറെടുത്ത് 12ഓളം മണിക്കൂർ പൊളിച്ച് എന്തോ ആവട്ടെ, നബി മദ്യപിച്ചിട്ടുണ്ടോ? ഇത് മദ്യമാണോ? ഇനി മുന്തിരിച്ചാറാണോ എന്താണോ? ഇവരെല്ലാത്തിനും ഇങ്ങനെ ന്യായീകരണങ്ങൾ കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. പ്രായപൂർത്തിയായ ആളുകൾക്ക് മുലകുടി ബന്ധത്തിലൂടെ സഹോദരനാകാം എന്നുള്ള ഹദീസുകൾ കണ്ട സമയത്ത് അത് മുലപ്പാല് പിഴിഞ്ഞൊരു ഗ്ലാസ്സിനകത്താക്കിയാണ് കൊടുത്തിരുന്നതെന്ന്. നിങ്ങളുടെ ന്യായീകരണവും വിശദീകരണവും എന്തിനാണ്? നിങ്ങൾ ഈ മതത്തെ എത്ര കണ്ട് ന്യായീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും? പ്രവാചകൻ മദ്യപിച്ചിരുന്നു എന്ന ഹദീസ് വരുമ്പോൾ അത് മുന്തിരിച്ചാറാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താ പ്രവാചകന്റെ ഹദീസ് എഴുതിയ ആളുകൾക്ക്, പ്രവാചകന്റെ ജീവിതം രേഖപ്പെടുത്തിയ ആളുകൾക്ക്, ഇത് പ്രമാണമാണ് എന്ന് അംഗീകരിച്ച ആളുകൾക്ക്, സാക്ഷിയായ ആളുകൾക്കൊന്നും അറിയില്ലായിരുന്നോ? എന്താണ് നബീദ്? ഇത് ശരിയാണോ അല്ലേ? പ്രവാചകൻ മദ്യപാനിയാണോ അല്ലേ? ഹദീസുകളെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ, എന്താണ് ഈ ഹദീസിനകത്ത് പറഞ്ഞിരിക്കുന്നത്? പ്രവാചകൻ ഇത് കുടിച്ചോ? പ്രവാചകൻ ഇത് കുടിക്കാൻ മറ്റുള്ളവരോട് പറഞ്ഞോ ഇല്ലേ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 3753 ഹദീസിൽ ഇതുണ്ടോ ഇല്ലേ? അനുയായികളോട് മദ്യം വേണം എന്ന് നബി പറയുന്നുണ്ടോ? ലഹരി കൂട്ടാൻ നബിയുടെ അനുയായികൾ ആവശ്യപ്പെടുന്നുണ്ടോ? മുസ്നദ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന 3594 ഹദീസില് മുഹമ്മദ് മദ്യത്തെ വിളിക്കുന്നത് പ്യൂരിഫയർ എന്നാണ്. അനുയായികൾ ചെയ്തോ? അനുയായികളോട് ചെയ്യാൻ പറഞ്ഞോ ഇല്ലേ? പ്രവാചകന്റെ ജീവിതം എന്ത് തന്നെയായിരുന്നാലും ശരി, പ്രവാചകൻ ചെയ്തതും പറഞ്ഞതും മൗനമായി അനുവാദം നൽകിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയല്ലേ ഹദീസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തണം എന്ന് തന്നെയല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂൽ, അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബുകുമുല്ലാഹ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്രവാചകചര്യയെ പിൻപറ്റണമെന്നല്ലേ പറഞ്ഞത്. ബദർ യുദ്ധ സന്ദർഭത്തില് നബിയുടെ അനുയായികൾ മദ്യപിച്ചിരുന്നു എന്ന് ഹദീസിലുണ്ടല്ലോ. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 4ാമത്തെ വോള്യം 52ാമത്തെ ബുക്ക് 70ാമത്തെ ഹദീസ്. ഇത് മുഹമ്മദ് നബിക്ക് അറിയില്ലായിരുന്നോ? ഇത് മുഹമ്മദ് നബി പറഞ്ഞതാണോ, പഠിപ്പിച്ചതാണോ, പ്രചരിപ്പിച്ചതാണോ, ചെയ്യാൻ അനുവാദം നൽകിയതാണോ? മുഹമ്മദ് നബി മദ്യത്തെ സ്നേഹിച്ചിരുന്നു. അത് പറയാൻ നിങ്ങൾക്ക് പേടിയുണ്ടാകും. നബിയുടെ ബന്ധു എന്നറിയപ്പെടുന്ന ഹംസ ഒരിക്കൽ അടിച്ച് കിറങ്ങിയിരുന്ന സമയത്ത് മുഹമ്മദ് നബി വഴക്കു പറഞ്ഞു. അന്ന് അയാൾ മുഹമ്മദ് നബിയെ കൊല്ലാൻ നോക്കി എന്ന് പറയുന്നുണ്ട്. അന്ന് മുതലാണ് അത്ര അനുയായികൾ വെള്ളമടിച്ചാലുള്ള ആപത്തിനെ സംബന്ധിച്ച് കിറങ്ങിപ്പോകും, ബുദ്ധി മരിച്ചു പോകും, എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയില്ല എന്നൊക്കെ മനസ്സിലായത് എന്നാണ് ഇവർ പറയുന്നത്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 4ാമത്തെ വോള്യം ബുക്ക് നമ്പർ 53 324 ഹദീസ്. ഇതൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളാണ്.
അങ്ങനെ അത് നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഖുർആനിൽ മദ്യപാനത്തെ അനുകൂലിക്കുന്ന വചനങ്ങളുണ്ട്. 2:219 ഒരു കാര്യം ചെയ്യരുത് എന്നങ്ങ് പറഞ്ഞാൽ പോരെ. അത് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന ഉപകാരങ്ങളുണ്ട്, അതിനകത്ത് ഇന്ന ഉപദ്രവങ്ങളുണ്ടല്ല, നിങ്ങളൊന്ന് ഒഴിവാക്കിക്കൂടെ? അങ്ങനെ ആരെങ്കിലും പറയുമോ? മദ്യപാനത്തിലും ചൂതാട്ടത്തിലും നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട് എന്ന് ഖുർആനല്ലേ സാക്ഷ്യപ്പെടുത്തിയത്. എങ്കിലും അതിൻ്റെ നന്മയെക്കാട്ടിൽ തിന്മയാണ് കൂടുതലുള്ളത് കേട്ടോ എന്ന് പറയുന്നതിനേക്കാൾ എന്ത് എളുപ്പമുണ്ടായിരുന്നു മദ്യപിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ. 4-ാം അധ്യായത്തിലെ 43-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് നിങ്ങൾ മദ്യപിച്ചിട്ട് പ്രാർത്ഥിക്കരുത് കേട്ടോ. ഇത് എന്തു ഈ പറയുന്നത്? നിസ്കാരത്തെ സമീപിക്കരുത് എന്ന് മറ്റ് സന്ദർഭങ്ങളിലൊക്കെ ചെയ്യാല്ലേ. അനുയായികള് തുടർച്ചയായിട്ട് മദ്യപിച്ചാൽ എന്ത് ചെയ്യണം? മതം വിട്ടാ കൊല്ലണമെന്ന് പറയാൻ മറന്നില്ല. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു, ചെയ്താൽ എന്ത് ചെയ്യണമെന്നും കൂടെ പറയണ്ടേ? ഖുർആനിലെ 2-ാം അധ്യായം അൽ ബക്കറ അതിലെ 219-ാമത്തെ വചനമാണ്. യസ്അലൂനക, പ്രവാചകരെ താങ്കളോട് അവർ ചോദിക്കുന്നു, അനിൽ ഖംരി, കള്ളിനെ കുറിച്ച്. നോക്കിയോ, നമുക്കിനി അറബി മലയാളത്തിലേക്ക് തന്നെ പോയേക്കാം. നബിയെ, നിന്നോടവർ മദ്യത്തെയും ചൂതാട്ടത്തെയും പറ്റി ചോദിക്കുന്നു. പറയുക, അവ രണ്ടിലും ഗുരുതരമായ പാപമുണ്ട്. ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്, എന്നാൽ അവയിലെ പാപത്തിന്റെ അംശമാണ് പ്രയോജനത്തിന്റെ അംശത്തേക്കാൾ വലുത്. എന്തൊന്നാണ് അവർ ചെലവ് ചെയ്യേണ്ടതെന്നും അവർ നിന്നോട് ചോദിക്കുന്നു. നീ പറയുക, അത്യാവശ്യം കഴിച്ചു മിച്ചമുള്ളത്. അങ്ങനെ ഇഹപര ജീവിതങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് തെളിവുകൾ വിവരിച്ചു തരുന്നു. എന്തൊരു മങ്ങല് പോലെ ക്യാമറയ്ക്ക്. ഒരു പാടും ഇല്ലായിരുന്നല്ലോ. മദ്യവും ചൂതാട്ടവും ഹറാമാണ് എന്നങ്ങ് തള്ളി മറിച്ചിട്ട് പോയാൽ പോരായിരുന്നു. അതിനകത്ത് ഉപകാരങ്ങളുണ്ട്, അതിനകത്ത് ചില ഉപദ്രവങ്ങളുണ്ട്. ചേടാ, എല്ലാത്തിലും ഇല്ലേ ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ. കൃത്യമായിട്ട് സൃഷ്ടാവ് ഒരു കാര്യം പറയാത്തത് കൊണ്ടാണ് സൃഷ്ടികൾക്ക് 100 കണക്കിന് വ്യാഖ്യാനങ്ങൾ അനിവാര്യമായി വരുന്നത്. അതേപോലെ ഇതിനെ സംബന്ധിച്ച് മറ്റൊരു അധ്യായത്തിലാണുള്ളത്. സൂറ നിസാ, സ്ത്രീകൾ, 4-ാമത്തെ അധ്യായമാണ്. കണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ലാ തഖ്റബൂ, നിങ്ങൾ അടുത്തു പോകരുത്, സ്വലാത്ത, നമസ്കാരത്തിൽ, വഅൻതും സുക്കാരാ, നിങ്ങൾ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നമസ്കാരത്തിലേക്ക് അടുക്കരുത്. ഹത്താ, ഏതുവരെ, തഅലമൂ മാ തഖൂലു, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്നത് വരെ. നോക്കോ, നമുക്കിതിന്റെ മലയാളം നോക്കാം. സത്യവിശ്വാസികളെ, ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ പറയുന്നത് എന്ത് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നതുവരെ. മറ്റത് ജനാപത്തുകാരായിരിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്നത് വരെ കേട്ടോ. അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലേ നമസ്കാരത്തെ സമീപിക്കരുത്. നമുക്കതൊന്നും ഇല്ല കേട്ടോ. നമുക്ക് അത്രയും ഭാഗം മാത്രമാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ളത്. അല്ല, പടച്ചോനെ ഒറ്റയടിക്കൊരു കാര്യം പറഞ്ഞാൽ പടച്ചോൻ്റെ അനുയായികൾ ചിലപ്പോൾ അംഗീകരിച്ചിട്ടില്ലല്ലോ എന്ന് പടച്ചോന് പേടിയാണ്. അല്ല, എല്ലാ കാര്യങ്ങളും പടച്ചോൻ അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? ടൈം ബൈ ടൈമായിട്ട് കുറച്ച് മാർദ്ദവത്തോടു കൂടി. മതം വിട്ടതിനെ കൊല്ലണമെന്ന് പറയാൻ ഒരു മാർദ്ദവവും കാണിച്ചില്ലല്ലോ. തന്നെയുമല്ല, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും നിഷേധിച്ചു കഴിഞ്ഞാൽ കണ്ടടത്ത് വെച്ച് കാച്ചിയേക്ക് എന്നാരും പറഞ്ഞു. അതിനൊന്നും ഒരു നേർപ്പിച്ചില്ലല്ലോ. മാർദ്ദവമൊന്നും ഇടാതെയല്ലേ അതൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നേർപ്പിക്കലൊന്നുമില്ല, അങ്ങോട്ട് പറയും, അത്ര തന്നെ. ഇപ്പം നബി കള്ളു കുടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച ഗഹനീയമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇനി അതിനെ ഒന്ന് വ്യാഖ്യാനിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് നോക്കിക്കോളൂ. പോസ്റ്റിംഗ് അറിയാം, മുഹമ്മദ് നബി മദ്യപാനിയ ഹദീസ് എന്നാണ് പോസ്റ്റ്. ആ പോസ്റ്റിൽ പറയുന്നത് മുഹമ്മദ് അനുചരനോട് മദ്യം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ മദ്യം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അത് കുടിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇലയെടുത്തത് മറച്ചുകൊണ്ട് തന്നെയല്ലേ കൊണ്ടുവന്നത്? കണ്ടോന്ന്? അത് അങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നത്.
എന്ന് മറുപടി പറഞ്ഞു. സഹീഹ് മുസ്ലിം ഹദീസ് നമ്പർ 3358. ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം, ഒന്ന്, നമ്മൾ ചിലപ്പോൾ ഹദീസ് ചെക്ക് ചെയ്യാം, എന്നിട്ട് അതിന്റെ ശരി തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കാം. കാരണം നമ്മൾ പഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യത്തെ നിരോധിച്ചതാണ്. നമ്മൾ പഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും രൂപത്തിലുള്ള ലഹരിയുള്ള വസ്തുക്കളുടെ ഒരു ചെറിയ അംശം പോലും ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ആരോപണം ഒരർത്ഥത്തിലും നിലനിൽക്കില്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. അങ്ങനെ വിചാരിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ നിങ്ങൾക്കറിയാലോ, മുസ്ലിം സമുദായം മയക്കുമരുന്ന് ജ്യൂസിൽ കലർത്തി കൊടുത്ത് യുവാക്കളെയും യുവതികളെയും എല്ലാം മതപരിവർത്തനം നടത്തിക്കുന്നു എന്ന് ഒരു ബിഷപ്പ് പറഞ്ഞപ്പോൾ അതിനനുകൂലമായ ഒരുപാട് പ്രതികരണങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായി എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പൊ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടു എന്ന് വിചാരിക്കും. ഈ 3358 നോക്കിയപ്പോൾ നമ്മൾ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബീദ് കൊണ്ടുവരാൻ ആവശ്യം. അത് കൊണ്ടുവന്നപ്പോൾ നബീദ് കൊണ്ടുവന്നയാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് ഇല കൊണ്ട് മറച്ചുകൊണ്ട് തന്നെയല്ലേ കൊണ്ടുവന്നു? ആരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തണ്ടേ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നത്. അതെ, ആരും കണ്ടിട്ടില്ല, രഹസ്യമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിച്ചു. ഇങ്ങനെ ഒരു ഹദീസ് നമ്മൾ കാണും. സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം നോക്കുക നബീദ് എന്താണ്. നബീദിനെ പറ്റി നമ്മൾ ഗൂഗിൾ ചെയ്യുന്നു. ഗൂഗിൾ ചെയ്തപ്പോൾ പിന്നെ നബീദ് എന്നുള്ള പദത്തിനുള്ള അറബി പദത്തിനുള്ള അർത്ഥം ഓൺലൈനിൽ വിശദീകരിക്കുന്ന സൈറ്റുകളിൽ കിട്ടുന്നു. അപ്പോൾ സൈറ്റിൽ കാണുന്നത് ഈത്തപ്പഴത്തിൽ നിന്നുണ്ടാക്കുന്ന മദ്യമെന്ന. ഇത് ന്യായീകരിക്കാനും മെഴുകാനും പെടുന്ന ഒരു പാടേ. നബിക്കങ്ങ് ചെയ്തിട്ട് പോയാ മതിയായിരുന്നു. കള്ളെങ്കിൽ കള്ളരാ, കുറച്ചും എടുക്കടാ, ഞാൻ ഒന്ന് കുടിക്കട്ടെ, ഒന്ന് കിക്കാകട്ടെ എന്ന്. ഇതിപ്പോൾ ഈ കാലഘട്ടത്തിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ന്യായീകരിച്ചും പെയിൻ്റ് അടിച്ചും എത്ര കണ്ട് ഇവർ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. നബിക്കൊന്നും അറിയണ്ട, കള്ള് കുടിച്ചിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇത് കള്ളാണെന്ന് സമ്മതിച്ചേ, നബി കുടിച്ചെന്ന് സമ്മതിച്ചേ, ഇത് ഈ ഹദീസിലുണ്ടെന്ന് സമ്മതിച്ചേ, ഇത് സ്വഹീഹാണെന്നും സമ്മതിച്ചേ. ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നു. ഇതേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. നന്ദി.